2022 നവംബർ 20 ഫുട്ബോളിന്റെ ആവേശവും സംഗീതത്തിന്റെ ലഹരിയും ഒത്തുചേർന്ന നിമിഷം. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുന്ന നിമിഷം. 210ഓളം രാജ്യങ്ങൾ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ഖത്തറിലെ അൽബൈത്ത് സ്റ്റേഡിയം. ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഏഷ്യക്കാരനും എത്തിനോക്കാത്ത ആ സ്വപ്നവേദി. 100 കിലോ കോൺഫിഡൻസുമായി ഒരു ചെറുപ്പക്കാരൻ നടന്നു കയറുകയാണ് വിപ്ലവം സൃഷ്ടിക്കാൻ. കൊറിയനല്ലാതെ മറ്റൊന്നും അറിയില്ല തുടങ്ങി അനേകം പരിഹസിച്ചവർക്കും താരതമ്യ കണക്കുകൾ വെച്ചു നീട്ടിയവർക്ക് മുന്നിൽ തന്നെ 2020 ഖത്തറിലെ ആ സ്റ്റേജിൽ അവൻ മൈക്കെടുത്തു. അന്ന് അവന് വെറും 25 വയസ്സ്. പാടി തുടങ്ങിയപ്പോൾ 60,000 പേരടങ്ങുന്ന ആ സ്റ്റേഡിയം നിശ്ചലമായി. ലോകം മുഴുവൻ ആ വരികൾ ഏറ്റുപാടി. അന്ന് ആ ലോകകപ്പിന്റെ മണ്ണിൽ സുവർണ ചരിത്രം പടുത്തുയർത്തിയത് ജോൺ ജങ്കുക് എന്ന ആഗോള പ്രതിഭാസം. ലോകകപ്പ് ഗാനങ്ങൾ സാധാരണയായി വളരെ ഫാസ്റ്റായ ലാറ്റിൻ അമേരിക്കൻ ശൈലിയിലുള്ളവയായിരിക്കും. അവിടേക്ക് ഒരു ആന്തം സ്റ്റൈലിലാണ് ഡ്രീമേഴ്സിന്റെ എൻട്രി. ചില ഫുട്ബോൾ ഫാൻസ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ, വേൾഡ് കപ്പ് ഖത്തറിൽ നടക്കുമ്പോൾ എന്തിനൊരു K-pop ആർട്ടിസ്റ്റിനെ പാടാൻ വിളിക്കുന്നു, എങ്ങനെയാണ് ഫുട്ബോളിന്റെ ആവേശം അതിലൂടെ കൊണ്ടുവരാൻ പറ്റുക തുടങ്ങി വിമർശനങ്ങൾ പലതായിരുന്നു. മാത്രമല്ല, അന്ന് ഖത്തറിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വേൾഡ് കപ്പിനെതിരെ ചില ക്യാമ്പയിനുകൾ ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമായും അത്തരം എതിർപ്പുകളൊക്കെ ജങ്കുക്കിനെതിരെയും ഉയർന്നു. ആ എതിർപ്പുകളൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളായി മാറി. നമ്മൾ സ്വപ്നം കാണുന്നവരാണ്, അത് നമ്മൾ യാഥാർത്ഥ്യമാക്കും എന്ന് തുടങ്ങുന്ന വരികളോടെ ഫഹദ് അൽ ഖുബൈസിക്കൊപ്പം അവൻ സ്റ്റേഡിയത്തിൽ തകർത്താടിയപ്പോൾ വിമർശനങ്ങളെല്ലാം ആവേശാരവങ്ങളായി. ഡ്രീമേഴ്സ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി. ആദ്യ 2 മണിക്കൂറിൽ തന്നെ 100 രാജ്യങ്ങളിലെ iTunes ചാർട്ടിൽ ഒന്നാമത് തുടങ്ങി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ റെക്കോർഡുകൾ ആ 25-കാരന്റെ പോക്കറ്റിലായി. അതുവരെ BTS എന്നത് പലർക്കും ഒരു ബോയ് ബാൻഡ് മാത്രമായിരുന്നു. എന്നാൽ പലരും BTSനെയും ജങ്കുക്കിനെയും തിരിച്ചറിയാൻ തുടങ്ങിയത് ഡ്രീമേഴ്സിലൂടെയായിരുന്നു. അതുവരെ കുറ്റം പറഞ്ഞ് നടന്നിരുന്നവരുടെ സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഡ്രീമേഴ്സും ജങ്കുക്കും നിറഞ്ഞു നിന്നു. സ്റ്റേഡിയങ്ങൾ മുതൽ ഓരോ ടർഫിലും ക്ലബ്ബുകളിലും ഡ്രീമേഴ്സ് മുഴങ്ങിക്കേട്ടു. ഓരോ ടൂർണമെന്റിലും ഡ്രീമേഴ്സ് കേൾക്കുമ്പോൾ ഒരു ആർമി എന്ന നിലയിൽ വല്ലാത്ത സന്തോഷവും അഭിമാനവുമാണ്. 5 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ലോകകപ്പ് ആവേശത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സിയിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് വേദി. ഈ വർഷം ജങ്കുക് മാത്രമല്ല, ആ 7 പേരും ഒരുമിച്ചാണ് റെക്കോർഡുകൾ തകർക്കാനെത്തുന്നത്. ഒരുമിച്ച് പെർഫോം ചെയ്യണമെന്ന ജങ്കുക്കിന്റെ ആഗ്രഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ലോകകപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ ഒരു ഹാഫ് ടൈം ഷോ നടക്കുന്നു. അതും സൂപ്പർ ബൗൾ മോഡലിൽ. അമേരിക്കൻ ഫുട്ബോൾ മത്സരങ്ങളിൽ നടക്കുന്ന ഒരു രീതിയാണിത്. അതായത് സാധാരണ ഹാഫ് ടൈം എന്നത് പ്ലേയേഴ്സിന് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. എന്നാൽ ലോക പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന അതിഗംഭീരമായ ഒരു ലൈവ് കൺസേർട്ടായി ഈ ഹാഫ് ടൈം മാറും. BTS, മഡോണ, ഷക്കീറ തുടങ്ങിയവർ പെർഫോം ചെയ്യും. ക്രിസ് മാർട്ടിൻ ആയിരിക്കും ഷോ ക്യൂറേറ്റ് ചെയ്യുന്നത്. ജൂലൈ 19 ഷോ നടക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന ഫുൾ വരുമാനവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഫിഫ ഗ്ലോബൽ സിറ്റിസൺ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് പോകും. ഫിഫയുടെ ചരിത്രത്തിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു ഓപ്പണിംഗ് സെറിമണി നിയന്ത്രിച്ച സോളോ ആർട്ടിസ്റ്റ് എന്ന റെക്കോർഡ് ജങ്കുക്കിന് സ്വന്തം. എന്നാൽ മറ്റൊരു റെക്കോർഡ് തിരുത്തി കുറിക്കാനായി അവർ 7 പേരും കൂടെ ഒരുമിക്കുമ്പോൾ അതിന് മാറ്റുകൂടും. ചരിത്രം വീണ്ടും തിരുത്തി കുറിക്കപ്പെടും. ആ ഒരു മൊമെന്റിനായി നമുക്ക് കാത്തിരിക്കാം. ദിസ് ഈസ് BK. ബൈ.